ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 8 സബ്സ്ക്രൈബേഴ്സിന് താങ്ക്സ് പറഞ്ഞിട്ട് തുടങ്ങാം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ പരീക്ഷ. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടഫെന്ന് പറയാൻ പറ്റില്ല. കാരണം സുവോളജി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ബോട്ടണി എനിക്ക് ലിറ്ററലി ബോട്ടണി ഒരു തേങ്ങാക്കോലെ അറിയത്തില്ലായിരുന്നു. ഇന്നത്തെ പരീക്ഷയ്ക്ക് പോയപ്പോൾ എന്താണ്ട് വന്ന ചോദ്യം കണ്ട് ആദ്യത്തെ ചോദ്യം കണ്ടപ്പോഴേ എൻ്റെ കിളി പോയി. രണ്ടാമത്തെ ചോദ്യവും അറിയത്തില്ല. മൂന്നാമത്തത് പിന്നെ പ്രീവിയസ് ഇയർ ഉള്ളത് കൊണ്ട് മാത്രം എഴുതി. 4ഉം 5ഉം എഴുതിയിട്ടില്ല. ആറാമത്തതാണെങ്കിൽ പിന്നെയും ഗോണി അലക്സ അങ്ങനെ എന്താണ്ട് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഏഴാമത്തത് ഹെട്രോസ്പോറി 2 കൈൻഡ് ഓഫ് സ്പോഴ്സ് അങ്ങനത്തെ പറഞ്ഞെഴുതി. എട്ടാമത്തെയും കുഴപ്പമില്ലാത്തതാണ്. 9ാമത്തെയും പ്രീവിയസ് ഇയർ ആണ്. 10ാമത്തെ കുറച്ച് കുഴപ്പമില്ലായിരുന്നു, എന്നാലും അത്. 11ാമത്തെ എളുപ്പമായിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനും നോക്കിയപ്പം അയ്യോ ഇതിങ്ങനത്തെ ചോദ്യങ്ങളാണല്ലോ വന്നേ എന്ന് പറഞ്ഞ് സ്ട്രെസ് അടിച്ച് ഉള്ളതൂടെ മറന്നുപോയി. 12ാമത്തേക്ക് എന്തൊക്കെയോ എഴുതി വെച്ച് C3 പ്ലാന്റാന്ന് തോന്നുന്നു എഴുതി വെച്ച്. പിന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് അതെനിക്കറിയത്തില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് അറിയത്തില്ലായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും അറിയത്തില്ലായിരുന്നു. എയും ബിയും ഒന്നും അറിയത്തില്ലായിരുന്നു. 15ാമത്തെ ഞാൻ ഈ പ്ലാന്റ് ഹോർമോൺ എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ രക്ഷപ്പെട്ട്, അത്യാവശ്യം അറിയാവുന്നൊരു ചോദ്യം വന്നെന്നും പറഞ്ഞ് എടുത്ത് വായിച്ചു നോക്കി. കൂടെ എത്തിലീൻ കിട്ടി. പിന്നെ എപ്പിക്കൽ ഡൊമൈൻസ് ഓവർകം അത് രണ്ടും കിട്ടി. ബാക്കി രണ്ടും എനിക്കത് അറിയത്തില്ലായിരുന്നു. എൻ്റെ പൊന്നെ, ഇത് സാധാരണ ചോദിക്കുന്നത് പോലല്ല. പ്രാവശ്യം കുറച്ചുകൂടെ ടേംസ് പഴയതിനെക്കാട്ടിലും അവർ എനിക്ക് തോന്നുന്നു പ്രീവിയസ് റിപ്പീറ്റഡായിട്ട് വരുന്നത് മാറ്റിയതാണ്. 17ാമത്തെ ചോദ്യം അയ്യോ ഇതിൻ്റെ സി പാർട്ടാണ് എനിക്ക് വീണ്ടും പണി തന്നെ. സി പാർട്ട് ഡ്രൂപ്പും പിന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസ് ആ സാധനം എനിക്കറിയത്തില്ലായിരുന്നു. 18ാമത്തേനകത്തെ ബി പാർട്ട് ഏത് ആനിമൽസിനകത്താണ് ഫിനോമിന കാണുന്നത് അതും അറിയത്തില്ലായിരുന്നു. പിന്നെ സിയിൽ എന്തുകൊണ്ടാണ് എസ് ഫേസ് സിന്തസിസ് ഫേസ് എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ച് ഇതെന്താണ് DNA റെപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനി 19ാമത്തേതും കുഴപ്പമില്ലായിരുന്നു. 20ാമത്തേത് സയൻറ്റിസ്റ്റിൻ്റെ പേരൊന്നും ചോദിക്കത്തില്ല, ഇതൊന്നും ഒരു കാലത്തും അങ്ങനെ ചോദിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് കാണിച്ച് ആ പേര് പഠിക്കാതെ പോയതും കറക്റ്റ് അത് തന്നെ വരികയും ചെയ്തു. ഇതൊക്കെ അവസ്ഥയാണത്. പിന്നെ സുവോളജിയിലോട്ട് കയറുന്ന സമയത്ത് വീണ്ടും ഒരു ആശ്വാസം സുവോളജിയിലാണ് കിട്ടിയത്. ബോട്ടണി ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതാൻ പറ്റി, പാസ്സാവും. പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് ടഫായിരുന്നു. നിങ്ങൾക്കതെങ്ങനെയായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. പിന്നെ സുവോളജി വന്നപ്പോഴാണ് കുറച്ചിൻ്റെ ആശ്വാസം വന്നത്. കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, നമ്മൾ പ്രീവിയസ് ഇയർ കണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഫെമിലിയർ ആയതുകൊണ്ട് പിന്നെയെങ്കിലും അത് എഴുതാൻ പറ്റി. 1ാമത്തെ ചോദ്യം എഴുതാൻ പറ്റി. 2ാമത്തെ ചോദ്യം എന്തുവായിരുന്നു എനിക്കറിയത്തില്ല. 3ാമത്തത് ERV ആണ് എഴുതി വെച്ചത്. 4ാമത്തത് എന്തോ എഴുതി വെച്ചേ, എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. 5ാമത്തെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 6ാമത്തെ നോട്ടോ കൂടെ ഇതൊക്കെ കണ്ടാണ്. 7ാമത്തെ ആദ്യത്തെ സെറിനും 2ാമത്തത് ഗ്ലൈസീനും ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് രണ്ടുപേരാണ് എഴുതി വെച്ചത്. പിന്നെ 8ാമത്തെ എസ്റ്റിബേഷൻ ഹൈബർനേഷനും അത് എളുപ്പമായിരുന്നു. 9ാമത്തെ എക്സ്പാൻഡ് ESEP ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തോ വലിയ സംഭവമാണ്. പിന്നെ ഇതെനിക്ക് കറക്റ്റ് അറിയത്തുകൂടി ഇല്ല, ഇതെന്താ എഴുതി വെക്കണ്ടേ കറക്റ്റ്. ഞാൻ പിന്നെ എന്തായാലും ഇത് എഴുതാതിരിക്കുന്നതിനെക്കാട്ടിൽ എന്തെങ്കിലും എഴുതി വെക്കാമെന്നും പറഞ്ഞ് എഴുതിയത് എന്തുവായിരുന്നു, എൻസൈം പിന്നെ സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്, എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്,
എനിക്ക് തോന്നുന്നു അതായിരുന്നു കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചുമ്മാ എഴുതി വെച്ചിട്ട് എനിക്ക് കറക്റ്റായത് അതാണ്. പിന്നെ 10ാമത്തത് ഞാൻ ഫിഗേഴ്സ്, ഇമ്പോർട്ടൻ്റ് ഫിഗേഴ്സ് കുറേ ഞാൻ രാവിലെ കുറേ സൈലത്തിൻ്റെ ഉണ്ടായിരുന്നു, ഈ ഫിഗേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ലൈവ് കണ്ടു. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് എന്താണ് ഇതിൻ്റെയൊക്കെ പേര്, ആ ബോട്ടനോടെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയെന്ന് പറയാമല്ലോ. പിന്നെ 11ാമത്തത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. എ ന്യൂമാറ്റിക് ബോൺസ് ആണ്, ബി ബയോലുമിനസെൻസ്, സി മൊണേഷ്യസ്, ഡി ഹോമിയോതെർമസ്. പിന്നെ 12ാമത്തത് ഇത് എപ്പോഴും ചോദിച്ചു കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തത് മസിൽസിൻ്റേത്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ മസിൽസിൻ്റെ ഭാഗത്തുനിന്ന് ചോദിക്കലാണ്. മറ്റേ ഏത് ടൈപ്പ് മൊമെൻ്റ് ആണോ ഉള്ളത്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല സാധാരണ. പിന്നെ മയോഗ്ലോബിന് ആ ടൈപ്പ് അങ്ങനത്തെ ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അതിൽ നിന്ന് മാറ്റിപ്പിടിച്ചിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം ഹെർട്ടിൻ്റെ. ഞാൻ ഇന്നലെ ഇത് പ്രീവൈസ് ഇയറിൽ കണ്ട ചോദ്യമാണ്. പക്ഷേ പരീക്ഷ ഹാളിൽ കയറിയപ്പം എന്താണെന്ന് അറിയത്തില്ല, ടെൻഷൻ കയറിയിട്ടുണ്ടാണെന്ന് അറിയത്തില്ല, അതും പോയി. പിന്നെ 15ാമത്തത് എളുപ്പമായിരുന്നു. റീനൽ കാൽക്കുലി, മറ്റേ ഇൻസോല്യൂബിൾ മാസ്, യുറേമിയ, അക്യുമുലേഷൻ ഓഫ് യൂറിൻ ബ്ലഡ്, റീനൽ ഫെയിലിയർ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ഗ്ലോമുറാൽ, അത് മറ്റേ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലി ഓഫ് കിഡ്നി എന്നൊക്കെ പറഞ്ഞതാണ്. 16 എളുപ്പമായിരുന്നു. 16 കിഡ്നി, അഡ്രീനൽ ഗ്ലാൻഡ് ആൻഡ് ബി തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ആണോ പാരാത്തോർമോൺ ആണോ എന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ബട്ടൺസ് ഉള്ളതാണ് പാരാത്തോർമോൺ എന്ന് അറിയാവുന്നത് കൊണ്ട് തൈറോയിഡ് ഗ്ലാൻഡ് എഴുതി വെച്ചേ. പിന്നെ 17ാമത്തെ എ, അത് ഞങ്ങളുടെ ഹൈപ്പോ തലാമസ് ആണോ തലാമസ് ആണോ, അതും പ്രീവിയസ് ഇയർ ആയിരുന്നു. അതെനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഹൈപ്പോ തലാമസ് എഴുതി വെച്ചേ. ബി എന്തായിരുന്നു സെറിബ്രം, സി മെഡുല്ല. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 18ാമത്തേൻ്റെ അകത്ത് എ ഹീമോഡയാലിസിസ്, ബി മറ്റേ ട്യൂബുലാർ സെക്രീഷനോ അബ്സോർപ്ഷനോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ച് 2 എഴുതി വെച്ചാൽ മതി. സി ഈ മെക്കാനിസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ആകെ കൂടെ അതിനകത്ത് പഠിക്കുന്ന ഒരേ ഒരു മെക്കാനിസമാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. അതുകൊണ്ട് അതേ ഉള്ളെന്ന് വെച്ച് എഴുതിയതാണ്. അത് കറക്റ്റായോ ഇല്ലയോ എന്ന് തമ്പുരാൻ അറിയാം. പിന്നെ ഇൻസ്പിറേഷൻ എക്സ്പ്രഷൻ്റെയും അത് 2 ഓപ്പോസിറ്റ്. ഇവിടെ കോൺട്രാക്റ്റ് ആണെങ്കിൽ അവിടെ റിലാക്സ് ആണ്. ബിയുടെ വന്നപ്പം ഇന്റർ പൾമിനറി പ്രഷർ ഇൻക്രീസ് വന്നു, ഇവിടെ ഡിക്രീസ് എന്ന് എഴുതി വെക്കണം. ആ ട്രിക്കിൽ കൂടെ ഒക്കെ നമ്മൾ എഴുതി വെച്ച്. പിന്നെ CO2ൻ്റെ ഇതൊക്കെ ഇത് പ്രീവിയസ് ഇയറിൽ തന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് അത് എഴുതാൻ പറ്റി. പിന്നെ 20ാമത്തെ ചോദ്യം ഈ പൂമ്പാറ്റയും എന്തോ കൊഞ്ചോ, ഇത് രണ്ടുകൂടെ കണ്ടപ്പം പിന്നെ എനിക്ക് ഏകദേശം ആർത്രോപോഡ് അതായതെന്നൊരു ഡൗട്ട് തോന്നി. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പം എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ആകെ കൂടെ ആർത്രോപോഡയ്ക്കകത്ത് മാത്രമേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് ഹണി ബീസ് ആ ഒരു ഓർമ്മ വെച്ച് എഴുതിയ കോമൺ സെൻസ് ലോജിക്ക് വെച്ച് എഴുതിയതാണ്. കറക്റ്റ് ആണോ എന്നറിയത്തില്ല. ആൻസർ കീ എടുത്ത് നോക്കാനുള്ള ധൈര്യമില്ല. വെറുതെ എന്തിനെ നോക്കിയിട്ട് മാർക്ക് പോയെങ്കിൽ അതിനെപ്പറ്റിയായിരിക്കും പിന്നെ ചിന്തിച്ച് ബാക്കിയുള്ള എക്സാമും കൂടെ പോകണ്ടെന്ന് വെച്ച്. പിന്നെ നാസി, അയ്യോ അത് ഇത്തിരി കുഴപ്പിച്ചു. ഈ 20ാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ സി പാർട്ട് നമ്മൾ ഇത്രയും നാളും മറ്റേ അതിനെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതുക, മറ്റേത് എഴുതുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിച്ച് കണ്ടുകൊണ്ട് ഞാൻ അധികം ഈ സ്പെഷ്യൽ ഫീച്ചേഴ്സൊന്നും ക്യാരക്ടേഴ്സൊന്നും ഞാൻ പഠിച്ചുകൊണ്ട് പോയില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു വിട്ടേ ഉള്ളൂ. പിന്നെ അതിൻ്റെ എക്സ്ക്രിയേറ്ററി ഓർഗാനും മാത്രം പഠിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. അതുകൊണ്ട് എന്തൊക്കെയോ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ടോട്ടലി ബയോളജി എക്സാം എന്ന് പറയുന്നത് ഒരു മീഡിയം ആ ഒരു ഡിഫിക്കൽട്ടിയിലാണ് നിന്നത്. പക്ഷെ ബോട്ടണി ലിറ്ററലി എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഒന്നാമത്തെ കാര്യം അവസാനത്തെ പാഠങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ചോദ്യം കണ്ടപ്പം ഉള്ളതുകൂടെ ഞാൻ മറന്നുപോയി. പക്ഷെ സുവോളജി അതിനെക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. എന്തായാലും സുവോളജിക്ക് പാസ്സാകും, ബട്ട് ബോട്ടണിക്ക് പാസ്സാവുമെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ എക്സാം എങ്ങനെയായിരുന്നു? എനിക്കൊന്നും ബാക്കിയുള്ള എല്ലാവർക്കും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ എക്സാം എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തേക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് കിട്ടൂല. അടുത്തടുത്ത് ഇനിയും
7 ദിവസം കഴിഞ്ഞിട്ട് ഫിസിക്സും മാത്സും വരുന്നുണ്ട്. ഫിസിക്സിൻ്റെ എനിക്കൊന്ന് 15 അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ അണ്ടറിൽ എങ്ങനെ ഒരു പാഠം പഠിച്ചു തീർക്കാമെന്നൊക്കെ ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് ഇക്വേഷൻസ് ഒക്കെ വെച്ച് വീഡിയോ ഇടാമെന്ന് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നാളെ തന്നെ വരുമായിരിക്കും വീഡിയോ. വരും. ഞാൻ നാളെ തന്നെ ഇടാൻ പരമാവധി ശ്രമിക്കാം. അപ്പം ബൈ ഫോർ നൗ.